ആദ്യം ഉല്ലാസ് ബാബു, കരുവന്നൂർ കേസിൽ ഇഡി കൊണ്ടുവന്ന എല്ലാ വാദങ്ങളും പൊളിഞ്ഞു പാളീസായോ? ഇരുവരും കുറ്റം ചെയ്തില്ല എന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇഡിയുടെ മുഖത്തേറ്റ പ്രഹരമാണോ കരുവന്നൂരിലെ കരുനീക്കം പാളിയോ? ഉല്ലാസ് ബാബു, അരുൺകുമാർ, ഇതിൽ ഇഡിയുടെ മുഖത്ത് പ്രഹരമേറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇഡി തെളിയിക്കേണ്ടതാണ്. അത് ഇഡിയാണ് കൃത്യമായി തെളിയിക്കേണ്ടത്. കരുവന്നൂരിൽ 100% കള്ളത്തരമുണ്ടായിട്ടുണ്ടോ എന്നും കരുവന്നൂരിൽ ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ എന്നും അതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളതും CPM-ൻ്റെ അടക്കം നേതാക്കന്മാർ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് തൊട്ട് മുൻപത്തെ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ദിവസങ്ങളും നടത്തുന്ന ബൈറ്റുകളിൽ CPM-ൻ്റെ തന്നെ സഹകാരികൾ പോലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ വിഷയങ്ങൾ നടന്നിട്ടുണ്ട്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഏറ്റെടുക്കുകയാണ്, അത് സർക്കാരിൻ്റെ ഒരു കൺസോർഷ്യം അത് സെറ്റ് ചെയ്യാൻ നോക്കുന്നു എന്നൊക്കെ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കള്ളത്തരങ്ങൾ നടന്നിട്ടില്ല, കരുവന്നൂർ ജനങ്ങളെ ചതിച്ചിട്ടില്ല, ജനങ്ങൾ ചതിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതൊക്കെ പറയുന്നത് പരിപൂർണമായിട്ട് തെറ്റാണ്. കരിവാരിത്തേക്കാൻ നടത്തിയ നീക്കത്തിനാണ് ഇന്ന് പ്രഹരമേറ്റത്. കരുവന്നൂരിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയവരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്, അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഈ കേസിൽ കുറ്റപത്രം കൊടുത്തത് ക്രൈംബ്രാഞ്ചാണ്. അതിൽ കേസ് നടന്നിട്ടില്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ നിങ്ങളതിനെ രാഷ്ട്രീയം ഉപയോഗിക്കാൻ ശ്രമിച്ചു. ഒരു MP തന്നെ പദയാത്ര നടത്തിയില്ലേ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച്? ഒരു കാര്യം അങ്ങേക്ക് മനസ്സിലാക്കേണ്ടത്, പദയാത്ര നടത്തുന്ന സമയത്ത് ബഹുമാനായ സുരേഷ് ഗോപി കൃത്യമായിട്ട് തന്നെ അന്ന് പറഞ്ഞിരുന്നു, കരുവന്നൂരിനകത്ത് നടന്നിട്ടുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കൃത്യമായിട്ടുള്ള സമരം നടത്തിയത്. അതിലെന്താണ് തെറ്റുള്ളത്? നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഇതുപോലെയുള്ള തട്ടിപ്പുകളിലും ഇതുപോലത്തെയുള്ള നിരവധി അഴിമതി വിഷയങ്ങളിലും പാർട്ടികളും സാമൂഹിക പ്രവർത്തകരും ഒക്കെ രംഗത്ത് വരാറില്ല. BJP കൃത്യമായിട്ട് കരുവന്നൂർ വിഷയത്തിൽ സമരത്തിലുള്ള പാർട്ടിയാണ്. കരുവന്നൂർ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളിൽ പരിപൂർണമായിട്ട് CPM-ൻ്റെ പങ്ക് അന്വേഷിക്കണമെന്ന് തന്നെ 100% ആവശ്യപ്പെട്ട പാർട്ടിയാണ്. വിരോധമുള്ളത്. നിങ്ങൾ AC മൊയ്തീന്റെ വീട് രാത്രി മുഴുവൻ ഇരുന്ന് പരിശോധിച്ചു. അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും സ്വത്ത് കണ്ടുകെട്ടാനുള്ള ശ്രമം നടത്തി. അതെല്ലാം പൊളിഞ്ഞില്ലേ? അത് പൊളിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അതൊരു മാധ്യമ ശൈലിയിൽ വേണമെങ്കിൽ അങ്ങേക്ക് എന്നോട് ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിഞ്ഞു പോയില്ലേ, തോറ്റുപോയില്ലേ എന്ന് എന്നോട് ചോദിക്കാം. BJP ഇതിൽ തോൽക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. കാരണം BJP-യുടെ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച വിഷയമല്ലല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചത്, ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം കരുവന്നൂരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ഏജൻസികൾ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് അന്വേഷണം നടത്തുന്നു. അവിടെ വിവിധ കാര്യങ്ങൾ അവർ അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമാണ്. കരുവന്നൂർ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് CPM-ന്റെ വാദം. CPM-ൻ്റെ വാദമല്ല. അങ്ങ് എന്നോട് ചോദിച്ചില്ലേ, അടി കിട്ടി, നിങ്ങൾ തോറ്റില്ലേ, നിങ്ങൾ അത് ചെയ്തില്ലേ എന്ന് ചോദിച്ചില്ലേ? CPM-ൻ്റെ വാദത്തിന് അനുസരിതമല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത്. CPM-ൻ്റെ വാദം 100% തെറ്റാണെന്നേ. ഇപ്പോൾ ജാമ്യം കിട്ടി എന്നുള്ളതാണ് ശ്രീ അരുൺകുമാർ അങ്ങ് പറയുന്നത്. ജാമ്യം കിട്ടി, സ്വാഭാവികമായിട്ടൊരു കേസിനകത്ത് ജാമ്യം കിട്ടിയിട്ടുണ്ടാവും. ആ ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട് ആ കേസ് ക്ലോസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അന്വേഷണത്തിൽ അവർക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ എന്താണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്, കോടതിക്ക് അത് ഉൾക്കൊള്ളാൻ ഇന്ന കാര്യങ്ങൾ ഇല്ല എന്ന് പറയാൻ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടൊരു ബെയിൽ ഗ്രാൻഡ് ചെയ്യുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഗൈഡ് ലൈൻ ഇഡി പിടിവിട്ടിട്ടൊന്നുമില്ല. കരുവന്നൂർ കേസിൽ അരുൺകുമാർജി ഇഡി പിടിവിട്ടിട്ടൊന്നുമില്ല. അവിടെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കും, സമയമെടുക്കും. കാരണം കൊണ്ടിരിക്കുന്നു. ഇഡിക്ക് പിടിയും വിട്ടിട്ടില്ല, പിരിയും വിട്ടിട്ടില്ല. അത് ഇഡി കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തോളൂ. സ്വാഭാവികമായിട്ടൊരു അന്വേഷണ ഏജൻസി എന്ന രീതിയിൽ അന്വേഷണ ഏജൻസിക്ക് അന്വേഷിച്ചത് കണ്ടെത്താൻ ടൈം എടുക്കും. ആ ടൈം എടുക്കുന്നത് നിരവധി കേസുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അന്വേഷണം നടക്കുന്നതല്ലേ, അന്വേഷണം നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ലാഗിനകത്ത് വരുന്ന ചെറിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ഗ്രാൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം കുറ്റവിമുക്തരായി, അവരൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നതിൽ ഉത്തരവില്ലല്ലോ. Debate with Dr. Arun Kumar.